എൻ്റെ പേര് ഡോക്ടർ സനീഷ്. അപ്പം നമ്മളിന്ന് ഒബിസിറ്റി സീരീസിൽ ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും സംസാരിക്കാൻ പോകുന്നത് ഡയബറ്റീസിനെ പറ്റിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അധികവണ്ണം അഥവാ ഒബിസിറ്റി ഉള്ള ആൾക്കാർക്ക് ഡയബറ്റീസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ അധികവണ്ണമുള്ള ഒരാൾക്ക് നിങ്ങളുടെ വണ്ണം കുറച്ചാൽ ഡയബറ്റീസ് മാറ്റാൻ പറ്റുമോ? അതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക്. അപ്പോൾ ഇതിനു വേണ്ടി പല പല രാജ്യങ്ങളിൽ പല പല നാളുകളിലായിട്ട് കുറേ സ്റ്റഡികൾ നടന്നിട്ടുണ്ട്. അപ്പം പഠനങ്ങളെല്ലാം കാണിക്കുന്നത് നിങ്ങളുടെ ബോഡി വെയ്റ്റ് ഏകദേശം ഒരു 5 മുതൽ 10% വരെ നിങ്ങൾക്ക് കുറയ്ക്കാൻ സാധിച്ചാൽ നിങ്ങളുടെ ഡയബറ്റീസ് നിങ്ങൾക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ഇതിൻ്റെ അർത്ഥം ഡയബറ്റീസ് പൂർണ്ണമായിട്ടും മാറി എന്നുള്ളതല്ല, പക്ഷേ നിങ്ങളുടെ ബോഡി വെയ്റ്റ് കുറയുന്നത് കൊണ്ട് നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകൾ നിർത്താനും നിങ്ങളുടെ ബ്ലഡ് ഷുഗർ നോർമലാക്കാനും സാധിക്കും. അപ്പം ഇത് എല്ലാവർക്കും സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ ടൈപ്പിലുള്ള ഡയബറ്റീസിനും ഇത് സാധിക്കില്ല. അപ്പം ടൈപ്പ് 1 ഡയബറ്റീസ് എന്ന് പറയുന്ന ഇൻസുലിൻ തുടക്കം മുതലേ തന്നെ ഉപയോഗിച്ചിട്ടുള്ള ടൈപ്പ് 1 ഡയബറ്റീസുകാർക്ക് ഒരിക്കലും ഇത് പറ്റത്തില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ബോഡിയിൽ ഇൻസുലിൻ ഉണ്ടാവുന്നില്ല. ടൈപ്പ് 2 ഡയബറ്റീസ് എന്ന് പറയുന്ന സാധാരണയായി കാണുന്ന ഡയബറ്റീസിൽ തീർച്ചയായിട്ടും ഇത് നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്നത് ഡയബറ്റീസ് ഉണ്ടായിട്ടൊരു 5-6 വർഷത്തിനകം ഉള്ള ആൾക്കാരിലാണ് ഇതിന് ഏറ്റവും അധികം ബെനിഫിറ്റ് കിട്ടുന്നത്. അല്ലാത്തവർക്കും ഇതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാകാം, പക്ഷേ ഏറ്റവും അധികം ബെനിഫിറ്റ് ഇങ്ങനെയുള്ളവർക്കാണ്. ഇതിൻ്റെ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈപ്പ് 2 ഡയബറ്റീസ്, അതായത് സാധാരണയായിട്ട് നമ്മൾ കാണുന്ന പ്രമേഹം കൂടെ അധികം നാൾ നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ബോഡിയിൽ ഇൻസുലിൻ പ്രൊഡക്ഷൻ കുറയാൻ, അല്ലെങ്കിൽ ഇൻസുലിൻ പ്രൊഡക്ഷൻ ഒട്ടും തന്നെ കാണത്തില്ല. അപ്പോൾ നിങ്ങൾ എത്ര ഡയറ്റ് ചെയ്താലും ഈ ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ ഇല്ലാത്തത് കൊണ്ട് അത് ഇഫക്റ്റീവ് ആവണമെന്നില്ല. എന്നാലും ഇൻസുലിൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ടൈപ്പ് 2കളിലും നമ്മൾ വെയിറ്റ് കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇൻസുലിൻ്റെ അളവ് കുറയ്ക്കാൻ സാധിക്കും. അപ്പോൾ ഡയബറ്റീസ് റിവേഴ്സൽ എന്ന് പറയുന്ന ഡയബറ്റീസ് എങ്ങനെ നമുക്ക് നിയന്ത്രിച്ച് നിർത്താം, മരുന്നുകളില്ലാതെ നിയന്ത്രിച്ച് നിർത്താമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു 5-6 വർഷത്തിനകം ഡയബറ്റീസ് ആയവർക്കും ബോഡി വെയിറ്റ് താരതമ്യേന കൂടുതലായിട്ടുള്ളത്, അതായത് ഒരു ഒബീസ്, അതായത് നമ്മുടെ ഒരു അമിതവണ്ണം റേഞ്ചിലുള്ള ബോഡി വെയിറ്റ് ഉള്ള ആൾക്കാർക്ക് അവരുടെ ആഹാരം നിയന്ത്രിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ കാലറി റെസ്ട്രിക്റ്റ് ചെയ്തിട്ട് നമ്മുടെ ബോഡി വെയിറ്റ് കുറച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകളെല്ലാം നിർത്താനും, അതേപോലെ തന്നെ അത് ഡയബറ്റീസ് ഒരു ശാശ്വതമായിട്ടല്ല, ഒരു ടെമ്പററി ആയിട്ട് നിങ്ങൾക്ക് അത് ഡയബറ്റീസ് കൺട്രോൾ ചെയ്യാനും സാധിക്കും. അപ്പം ഇതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമിതവണ്ണം മൂലം നിങ്ങളുടെ ബോഡിയിൽ ഫാറ്റ് അടിഞ്ഞുകൂടും. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഫാറ്റി ലിവർ പോലെ ഫാറ്റ് അടിഞ്ഞുകൂടിയിട്ട് അത് ലിവറിലും നമ്മുടെ ഇൻസുലിൻ ഉണ്ടാക്കുന്ന പാൻക്രിയാസിലും അടിഞ്ഞുകൂടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇൻസുലിൻ പ്രൊഡക്ഷൻ കുറയുന്നത്. അപ്പോൾ നിങ്ങൾ വണ്ണം കുറയ്ക്കുമ്പോൾ ഈ ഫാറ്റ് കുറയുകയും ലിവറും അതുപോലെ തന്നെ പാൻക്രിയാസിൽ നിന്ന് ഇൻസുലിൻ്റെ പ്രൊഡക്ഷനും കൂടുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ ഡയബറ്റീസ് നമുക്ക് കൺട്രോളിലേക്ക് എത്തിക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് ടൈപ്പ് 2, അതായത് സാധാരണ കാണുന്ന പ്രമേഹത്തിൻ്റെ അടിസ്ഥാനപരമായ കാരണം. ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടുന്നത് നമ്മുടെ ബെല്ലി ഫാറ്റ്, അതായത് വയറിന് ചുറ്റുമുള്ളതും വയറിനകത്തുള്ള ഓർഗൻസിന് ചുറ്റുമുള്ള ഫാറ്റ് കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് വെയിറ്റ് കുറയുമ്പോൾ നിങ്ങളുടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഗണ്യമായി കുറയുകയും അതുമൂലം നിങ്ങളുടെ ബോഡിക്ക് നിങ്ങളുടെ ഷുഗറിനെ, അതായത് കാർബോഹൈഡ്രേറ്റിനെ, പഞ്ചസാരയെ നല്ലതുപോലെ മാനേജ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് ഈ ടൈപ്പ് 2 ഡയബറ്റീസിൽ അടുത്തിടയ്ക്ക് ഡയഗ്നോസ് ചെയ്തിട്ടുള്ളവർക്ക് നമുക്ക് ഡയബറ്റീസ് റിവേഴ്സ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇതൊരു ടെമ്പററി സ്റ്റേറ്റ് ആണ്. എത്ര നാൾ നിങ്ങൾക്ക് ബോഡി വെയിറ്റ് അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നു അത്രയും നാൾ നിങ്ങളുടെ ഡയബറ്റീസ് റെമിഷനിലായിരിക്കും. അതിൻ്റെ അർത്ഥം ഇത് പൂർണ്ണമായിട്ട് ക്യൂർ ആയെന്നുള്ളതല്ല. നിങ്ങളെ വീണ്ടും ബോഡി വെയിറ്റ് ഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും തീർച്ചയായിട്ടും ഡയബറ്റീസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള വീഡിയോകളിലെ പോലെ തന്നെ എങ്ങനെ നീണ്ട കാലം നിങ്ങൾക്ക് ബോഡി വെയിറ്റ് കുറച്ച് നിർത്താം, കാലറി ഇൻടേക്ക് കുറയ്ക്കാം, എങ്ങനെ നിങ്ങളുടെ ബെല്ലി ഫാറ്റ് കുറയ്ക്കാം, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ നേരത്തെയുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് നിങ്ങൾ ലോങ് ടൈമിലേക്ക് നിങ്ങൾ നിലനിർത്തി കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡയബറ്റീസ് നിങ്ങൾക്ക് മരുന്നുകളില്ലാതെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. പിന്നെ ചില മരുന്നുകളുണ്ട്, നിങ്ങൾ കഴിക്കുന്ന ഡയബറ്റീസിന് കഴിക്കുന്ന മെറ്റ്ഫോമിൻ എന്ന് പറഞ്ഞൊരു മരുന്നുണ്ട്, SGLT2 ഇൻഹിബിറ്റർ എന്ന് പറയുന്നത്, ഡാപ്പാഗ്ലിഫ്ലോസിൻ, അങ്ങനെയൊക്കെ പറഞ്ഞ മരുന്നുകളുണ്ട്. ഈ മരുന്നുകളൊന്നും തന്നെ നമ്മുടെ ബോഡിയുടെ ഇൻസുലിൻ്റെ പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടല്ല വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് ഇൻസുലിനെ കൂടുതലായിട്ട് വർക്ക് ചെയ്യാൻ സഹായിക്കുന്ന മെഡിസിൻസ് ആണ്. അപ്പോൾ ഈ മെഡിസിൻസ് ഒക്കെ ചില ആൾക്കാർക്ക് കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. പിന്നെ അതേപോലെ ഇൻസുലിൻ എടുക്കുന്ന ആൾക്കാർക്ക് ഇൻസുലിൻ്റെ ഡോസ് കുറയ്ക്കാൻ സാധിക്കും. അപ്പം ഈ ഡയബറ്റീസ് വന്നു കഴിഞ്ഞാൽ അത് ശാശ്വതകാലം, ജീവിതകാലം മുഴുവൻ മരുന്നെടുക്കേണ്ട ഒരവസ്ഥ ആകണമെന്നില്ല എല്ലാവർക്കും. നമ്മൾ അത് ഡയഗ്നോസ് ചെയ്ത് തുടങ്ങി തന്നെ നമ്മുടെ ഡയറ്റിലും നമ്മുടെ ജീവിതചര്യയിലും ദിനമായിട്ട് മാറ്റം വരുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡയബറ്റീസ് നിങ്ങൾക്ക് മെഡിസിൻസ് ഇല്ലാതെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും.
അപ്പോൾ ഇതിനകത്ത് ഏറ്റവും കീ ആയിട്ടുള്ളത് നിങ്ങളുടെ ബോഡി വെയ്റ്റ് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാ അടിസ്ഥാനം നമ്മുടെ ബോഡിയിൽ അടിഞ്ഞുകൂടുന്ന എക്സസ് ആയിട്ടുള്ള ഫാറ്റ് ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഡയബറ്റീസിനെ ഒരു മെഡിസിൻസ് ഇല്ലാതെ കൺട്രോൾ ചെയ്ത് നിർത്താൻ സാധിക്കും. അപ്പോൾ ഇത് നിങ്ങൾക്ക് പ്രാവർത്തികമാക്കാൻ പറ്റും. നമ്മുടെ മറ്റ് വീഡിയോകൾ കണ്ടു നോക്കുക. ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക്സ്.